നമ്മൾ എത്ര തന്നെ മൊബൈലിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്താലും നമ്മുടെ അഡോബി ഫോട്ടോഷോപ്പിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മോനെ. എൻ്റെ ഫോട്ടോ ഞാൻ ഇന്നേ വരെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം അഡോബി ഫോട്ടോഷോപ്പിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത്, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോട്ടോ ആണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോട്ടോൻ്റെ ബിഫോർ ഫോട്ടോ ആണ് ഇത്. ഓക്കെ, ആൻഡ് ഇത് എഡിറ്റ് ചെയ്ത ശേഷം ഈ കോലത്തിലേക്ക് മാറും. അടിപൊളിയായിട്ടില്ലേ? യെസ്, നമുക്കിത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഇപ്പം നോക്കാം. അപ്പോൾ എല്ലാവരും ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഫോട്ടോഷോപ്പ് ഇല്ലാത്തവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നോ? എന്താ വിലക്കയറ്റില്ലേ? നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് എക്സ്പെൻസ് കവർ ചെയ്ത് പോവുക? സോ കുറച്ച് മാത്രമേ പൈസ കയ്യിലുള്ളൂ എന്ന് വെച്ചാൽ പോലും അതങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഒളിംപ് ട്രേഡ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ആദ്യത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ഇതിൽ ആയിരക്കണക്കിന് പേര് കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രോഫിറ്റബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കൂടാതെ തന്നെ ട്രേഡിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സസ് ഇതിൽ തന്നെ പഠിപ്പിച്ചു തരും. ആൻഡ് ഇതിൽ പ്രൊഫഷണൽസ് ട്രേഡിംഗ് സിഗ്നൽസും തരും. അത് കോപ്പി ചെയ്ത് തന്നെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒളിംപ് ട്രേഡ് ആപ്പിനകത്ത് ഡെമോ ട്രേഡ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് അവർ 1 lakh ഡെമോ $US ഇത് പഠിക്കാനായിട്ട് തരുന്നുണ്ട്. ഞാൻ അത് ഉപയോഗിച്ചിട്ട് ട്രേഡ് അപ്പ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ റിസൾട്ട് വെറും 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എനിക്കിവിടെ $900 എൻ്റെ ഡെമോ അക്കൗണ്ടിനകത്ത് ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ ലൈവ് അക്കൗണ്ടിനകത്ത് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം തന്നെ എനിക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. സോ വാട്ട് ആർ യു ഗൈസ് വെയിറ്റിംഗ് ഫോർ? സ്റ്റാർട്ട് ഇറ്റ് നൗ. അപ്പം ഒളിംപ് ട്രേഡ് നമുക്ക് ഒരു അടിപൊളി ബോണസ് തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനകത്തുള്ള ലിങ്കിൽ ചെന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100K അപ്പോൾ തന്നെ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിലേക്ക് കയറും. Mates 30 എന്നുള്ള പ്രൊമോ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1300 കിട്ടും. 1000 കിട്ടുന്നിടത്ത്. പൊളിയല്ലേ? അപ്പോൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ഒളിംപ് ട്രേഡ് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് എൻജോയ് യുവർ പ്രോഫിറ്റ്. ഹേ, വെൽക്കം ബാക്ക് ഗുഡി ബഡീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ചൂസ് ചെയ്യണ്ടേ? അതെങ്ങനെ ചൂസ് ചെയ്യാമെന്നറിയോ? നമ്പർ 1, നമ്മുടെ സബ്ജക്റ്റിന് പുറത്ത് ബ്ലർ ഇല്ലാത്ത ഫോട്ടോ നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്പർ 2, നമ്മുടെ സബ്ജക്റ്റിൻ്റെ 4 വശത്തും അത്യാവശ്യം കുറച്ച് സ്പേസ് വിട്ട് കിടക്കണം. എന്നാൽ അത് നീറ്റായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ വരും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടിട്ടാൽ മതി. അപ്പം ഇതിങ്ങനെ വരും. എന്നിട്ട് Ctrl+Shift+A അടിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും, ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാമറ റോ എന്നുള്ളൊരു ഓപ്ഷൻ. ആ ഓപ്ഷനിനകത്താണ് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. സോ അതിനകത്ത് നമുക്ക് കളർ കറക്ഷൻ, എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോ, അങ്ങനെ നമ്മുടെ ലൈറ്റ് റൂമിനകത്ത്, മൊബൈൽ ലൈറ്റ് റൂമിനകത്ത് വരുന്ന എല്ലാ സാധനങ്ങളും അതിനൊന്നും കൂടി അഡ്വാൻസ്ഡ് വേർഷനായിട്ട് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് എല്ലാം ക്ലീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വാല്യൂസ് ഇതിനകത്ത് തന്നെ കാണുന്നുണ്ടല്ലോ. സോ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ പലതിനും സിംഗിളായിട്ടുള്ള കളർ വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ആക്കുന്നത്. ആൻഡ് ഹൈലൈറ്റ്സ്, ഷാഡോസും പാടെ എല്ലാം പാടെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ അവിടെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ആദ്യം മറക്കരുത്, ക്യാമറ റോൺ ആദ്യം ചെയ്യേണ്ടത്. സോ വൺസ് ഫോട്ടോ ക്യാമറ റോനകത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ആ ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഈ സൈഡ് ലേയേഴ്സ് എന്നുള്ളൊരു സംഭവം കണ്ടില്ലേ? ഇത് കാണാത്തവർക്ക് വിൻഡോസിനകത്ത് മുകളിൽ ടാബിനകത്ത് വിൻഡോസിനകത്ത് ചെന്ന് വെച്ചാൽ അതിനകത്ത് ലേയേഴ്സ് ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലേയേഴ്സ് എന്നുള്ളൊരു ടാബ് ഇപ്പുറത്ത് ഓപ്പൺ ആക്കി വരും. ഓക്കെ, സോ അതിനകത്ത് Ctrl+J കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അതേ ഫോട്ടോ 2 ആവും. ആൻഡ് മുകളിലത്തെ ഫോട്ടോയും താഴത്തെ ഫോട്ടോയും ഏറെക്കുറെ ഐഡൻറ്റിക്കലാണ്. ആൻഡ് പുതിയൊരു ലെയർ താഴ്ന്ന് ഈ ഒരു ഐക്കണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ 2 ഫോട്ടോൻ്റെ ഇടയിൽ കൊണ്ട് വെക്കുക. ആൻഡ് മുകളിലത്തെ ഫോട്ടോ നമുക്ക് ഡിസേബിൾ ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കുക. ഈ നടുവത്തെ ലെയർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ഫ്രെയിം ഉണ്ടല്ലോ, പൂച്ചയുടെ ഫ്രെയിം, അതിൻ്റെ പുറകിലൊരു ഫോഗി എഫക്റ്റ് കൊടുത്തിട്ട് ഈ സബ്ജക്റ്റ് മാത്രം തനിച്ചെടുത്ത് നിർത്താനാണ്. ഓക്കെ, സോ അത് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരുമല്ലോ. ഇതിനകത്ത് നമുക്ക് ഒരു സൈഡ് ഫുൾ കളർ മതി, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കളർ ഇല്ലാത്ത ഭാഗമാക്കണം. അതിന് താഴെ ഒപ്പാസിറ്റി 0 കൊടുത്തെന്ന് വെച്ചാൽ അത് ഫുൾ കളർ ഇല്ലാത്ത ഭാഗമായിട്ട് വരും. സോ കളറുള്ള ഭാഗം വൈറ്റ്, കളർ ഇല്ലാത്ത ഭാഗത്തിന് ടച്ച് ചെയ്തിട്ട് അതും വൈറ്റ്. ഓക്കെ, ആൻഡ് മുകളിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൻറ്ററിലുള്ള ഡോട്ട് ഉള്ളത്. ആൻഡ് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ ലീനിയർ ഡോജിനകത്ത് ഒപ്പാസിറ്റി 11 കൊടുത്തിട്ട് ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഓക്കെ, സോ ഇതിങ്ങനെ വലിച്ചു വിടുമ്പം ആ ഭാഗം മാത്രം വെള്ള കളറായിട്ട് വരും. ഓക്കെ, നമ്മുടെ പൂച്ചയുടെ മേലെ വെള്ള ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാനം അത് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കളയാനുള്ള ഭാഗമാണ്. സോ അതിൻ്റെ ചുറ്റുപാറും ഫുൾ വൈറ്റിഷ് ആക്കി വന്നിട്ട് നമുക്ക് പൂച്ച മാത്രം, ആ പൂച്ച നിൽക്കുന്ന ഭാഗം മാത്രം ഇറേസ് ചെയ്ത് കളയാം.
ഇവിടെ എൻ്റെ സബ്ജക്റ്റ് പൂച്ചയായതുകൊണ്ടാണ് ഞാൻ പൂച്ച എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണ്, മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ആ ഭാവം മാത്രം ഇറേസ് ചെയ്ത് കളയുക. സോ ഇതെന്തിനാണ്, ഇത് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാനായിട്ട് എൻ്റെ ഫോട്ടോസിന് മാത്രം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് തനിച്ച് എടുത്തറിയും. ഓക്കെ, പുറത്തുള്ള ബാക്കി സംഭവങ്ങളൊക്കെ വൈറ്റിഷ് ആയിട്ട് അല്ലെങ്കിൽ അത് വേറെ സബ്ജക്റ്റ് വേറെ ആയിട്ട് അറിയാനായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിങ്ങനെ ഇറേസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഒരു കാരണവശാലും പുറത്ത് ഇറേസ് ചെയ്യരുത്, അലമ്പാക്കി ചെയ്യരുത്, നീറ്റാക്കി ഇറേസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടും. സോ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും. പൂച്ച തനിച്ചെടുത്തറിയുന്നുണ്ട്. നേരത്തെ ഫ്രെയിം ഇതായിരുന്നു, ആൻഡ് ഇപ്പോഴത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത്ര വൈറ്റ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ലുക്സ് സോ ഗുഡ് അല്ലേ. അപ്പോൾ ഒപ്പാസിറ്റി കുറച്ചപ്പോൾ ഒന്നും കൂടി സെറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോപ്പാണ്. ക്രോപ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റേഷ്യോ ആയിട്ടുള്ള 4:5 നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് സബ്ജക്റ്റിനെ സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെച്ചിട്ട് ഓക്കെ കൊടുത്ത് സംഭവം ഇങ്ങനെയായി. ഓക്കെ കൊടുക്കൽ എൻ്റർ കൊടുത്ത് സംഭവം ഇങ്ങനെയായി. ആൻഡ് ഇതിൻ്റെ അടുത്ത പരിപാടിയാണ് ഗ്രേഡിയൻറ്റ്, അതായത് വിഗ്നെറ്റ് കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. വിഗ്നെറ്റ് കൊടുക്കാനായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആക്കുക. നമ്മൾ നേരത്തെ വൈറ്റ് ആക്കിയ ഭാഗം ഫുൾ കളർ ടച്ച് ചെയ്തിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്ത് ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുള്ളി വരുന്നൊരു ഓപ്ഷൻ. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ആൻഡ് മോഡ് വന്നിട്ട് ഓവർലേ സെലക്ട് ചെയ്യുക. ആൻഡ് ഒപ്പാസിറ്റി ചെറുതാക്കി വെക്കുക, 20 താഴെയാക്കി വെക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ സൈഡുള്ള ലെയർ മൊത്തം ഫ്ലാറ്റൻ ചെയ്തിട്ട് ഒറ്റ ഇമേജാക്കി മാറ്റുക. ഫ്ലാറ്റൻ ഇമേജ് എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ ഫുൾ ഒറ്റ ഇമേജാവും. ആൻഡ് താഴെ നിന്ന് നമ്മളിങ്ങനെ സ്വൈപ്പപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ താഴെ മാത്രം ഇങ്ങനെ ബ്ലാക്കായി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഗ്രേഡ് ചെയ്യുന്നത്. എൻ്റെ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അടിഭാഗത്ത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ടാകും. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ വിഗ്നെറ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ മുകളിൽ സൂര്യൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് കൊടുക്കാനായിട്ട് ആ ബ്ലാക്കിൻ്റെ ഗ്രേഡിയൻറ്റ് കളർ മാറ്റിയിട്ട് ഒരു യെല്ലോയിഷ് ഓറഞ്ചിഷ് കളർ ആക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ മോഡ് ഉണ്ടല്ലോ, മോഡ് സെലക്ട് ചെയ്തിട്ട് അത് സ്ക്രീനിലേക്ക് മാറ്റുക. എന്നിട്ട് അതേപോലെ താഴെ എന്താണ് ചെയ്തത് അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ചിടുക. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു നല്ല മജയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുവരെ ചെയ്യുക. ദിസ് ലുക്സ് സോ ഗുഡ് അല്ലേ. അപ്പം ഇങ്ങനെയാണ്. ആൻഡ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നിന്ന് സെലക്റ്റീവ് കളർ എടുക്കുക. സെലക്റ്റീവ് കളർ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കളറും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ആണെങ്കിലും അത് വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും ഹ്യൂ കളർ ടോൺ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. സോ ഇവിടെ ഞാൻ റെഡ്, യെല്ലോ, ഗ്രീൻ ഈ 3 കളറാണ് നമുക്കിതിൽ മെയിനായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന കളർ. ആ കളറിൽ മാത്രം ഞാൻ ചേഞ്ച് ചെയ്ത് കളിക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോ ഒന്ന് മൂടിയായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങിയൊരു ഫോട്ടോ ആയിട്ട് വേണം, ഒരുപാട് കളർഫുള്ളാക്കുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഒരു ഇത് മാത്രം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ. ആൻഡ് ഇതിനകത്ത് നമുക്ക് ചില ഭാഗങ്ങളിൽ മാത്രം വെള്ളം വേണം ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, വേണ്ടവർക്ക് ചെയ്യാം. കാരണം ഈ ഫോട്ടോൻ്റെ ഒരു ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചില ഭാഗങ്ങളിൽ മാത്രം വൈറ്റിൻ്റെ ഗ്രേഡിയൻറ്റ് വലിച്ചിടുന്നുണ്ട്. സോ ഇത് കാണുമ്പോൾ തന്നെ ഫോട്ടോന് ജസ്റ്റ് ഒരു സ്മൂത്ത് ഫീൽ ഉണ്ട്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റി കളയാന്നുള്ള ഓപ്ഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂച്ചയുടെ കഴുത്തിനകത്തൊരു ബെൽറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ആവശ്യമില്ലാത്ത കാര്യം ആ ബെൽറ്റ് നമുക്ക് ഒഴിവാക്കാം. പൂച്ച മാത്രമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഭംഗിയാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ആ ബെൽറ്റിൻ്റെ ചുറ്റുപാടും മാത്രം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ലെയേഴ്സിനകത്ത് ബാക്ക്ഗ്രൗണ്ടിനുള്ള സാധനം ഉണ്ടല്ലോ അതിങ്ങനെ ലോക്കായിട്ട് കിടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ വൺസ് നമ്മുടെ ഈ മാർക്കിംഗ് കഴിഞ്ഞിട്ട് വന്നെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. ഇതിനകത്ത് നമുക്ക് ഡെലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ കീപാഡിനകത്ത് ഡെലീറ്റ് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ കണ്ടൻറ്റ് അവർ ഫിൽ എന്നുള്ള സാധനം വരും. ഓക്കെ, എൻ്റർ കൊടുക്കുക. കഴിഞ്ഞില്ലേ. അപ്പോൾ ലുക്ക് ഹൗ കൂൾ ഇറ്റ് ഈസ്. അപ്പം അവിടെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന് അറിയ പോലും ഇല്ല. നമ്മൾ ക്ലോൺ എടുത്ത് വലിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കളർ ബാലൻസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി കളഞ്ഞു. സോ ദിസ് കുഡ് ബി മൈ ഫൈനൽ ഇമേജ്. സോ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര സിമ്പിളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം ഇത് സേവ് ചെയ്യാൻ അറിയാലോ, Ctrl+Alt+S. ഓക്കെ, ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സേവ് ചെയ്യാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സേവ് ആസ് ടൈപ്പിനകത്ത് JPG എന്നുള്ള ഫോമാറ്റാണ് അല്ലെങ്കിൽ PNG എന്നുള്ള ഫോമാറ്റിൽ കൊടുത്താലും മതി. ബോത്ത് ആർ ഗുഡ്. ഓക്കെ, ഞാൻ അവിടെ JPG ഫയലിൽ ഫോമാറ്റ് സേവ് ചെയ്ത് ക്വാളിറ്റി നമ്മുടെ ഫോട്ടോൻ്റെ ക്വാളിറ്റി എത്ര വേണമെന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഞാൻ ഫുൾ ക്വാളിറ്റി 12 തന്നെ ഇട്ടിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഇമേജ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഫോട്ടോനകത്ത് നിന്ന്.
അപ്പം അതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഒരു ഫോട്ടോ തുടക്കത്തിൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് അവസാനം വരെ എങ്ങനെ കൊണ്ടുവരാം, അതങ്ങനെ ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷോപ്പിനകത്ത് ഒരു നോർമൽ ഫോട്ടോ തന്നെന്ന് വെച്ചാൽ ഇതുപോലെ അടിപൊളി ബ്യൂട്ടിഫുൾ ഫോട്ടോസാക്കി മാറ്റാൻ ഇപ്പോൾ അറിയാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെന്ന് വെച്ചാൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് യു നോ ദ റെസ്റ്റ്, ബി ക്രിയേറ്റീവ്. സോ ഫ്രണ്ട്സ്, മറ്റേ കാര്യം മറക്കരുത്, ഒളിംപ് ട്രേഡ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിനകത്തുണ്ട്, ചെന്ന് ഡൗൺലോഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 100K ഓൺ യുവർ ഡെമോ അക്കൗണ്ട് ഫോർ പ്രാക്ടീസ്. ഓക്കെ, ആൻഡ് മേറ്റ്സ് 30 എന്നുള്ള പ്രൊമോ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 30% ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. Cool, right? Check the link in the description and enjoy your profit.